അതിനകത്ത് താജ്മഹൽ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അജ്മീറിൽ നടക്കുന്ന കുറച്ചധികം തട്ടിപ്പുകളെ കുറിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട് കേട്ടോ. ഇത് നമ്മൾ പോകുന്നത് ഉത്തർപ്രദേശ് യുപിയിലോട്ടേക്കാട്ടോ. അപ്പം അവിടുത്തെ ഒരു സിറ്റുവേഷൻ അറിയാമല്ലോ, മുസ്ലിങ്ങളോട് അത്രയ്ക്ക് അവർക്ക് ഒരു താല്പര്യമില്ലാത്ത രീതിക്കായിരുന്നു അവരുടെ ബിഹേവിയർ ഉണ്ടായിരുന്നത്. പിന്നെ കൂടാതെ ഞങ്ങളുടെ കയ്യിലുള്ളത് JK വണ്ടിയായിരുന്നു, അതിൻ്റെ മുകളിൽ അറബിക് കാലിഗ്രഫിനകത്ത് എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ നമ്മളോടുള്ള പെരുമാറ്റം വളരെ മോശമായിരുന്നു കേട്ടോ. അപ്പം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റാഗ് ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങളുടെ ഈ യാത്രയുടെ വീഡിയോയുടെ അടിയിൽ ആ ക്വസ്റ്റ്യൻസ് ദയവേത് ചോദിക്കാതിരിക്കുമോ പ്ലീസ്. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം ഒന്നും ചെയ്താൽ മതി. ടിപ്സ് ഓഫ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഡൽഹിയിലെത്തി. അത്യാവശ്യം നല്ല ടയേർഡാണ്. പിന്നെ ഓരോരാൾക്കും ഓരോ അസുഖങ്ങളും വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ചുമ അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജലദോഷം ഒരു പനിക്കോടും കൂടെ വന്ന് ആസിക്കണം വേറെ, എന്തെല്ലാം ഉമ്മാക്ക് വേറെ, ആലിക്ക് വേറെ, ഹസ്ബൻഡിന് വേറെ, അതുകുട്ടിക്ക് വേറെ, എല്ലാ റെസി സൈഡുമായി എല്ലാം കൊണ്ട് അസുഖങ്ങളാണ്. ഒന്നല്ല നമ്മള് ക്ലൈമറ്റ് ചേഞ്ച് നമ്മള് നല്ല കട്ടി ചൂടുന്ന് തണുപ്പിലും മിനിമം തണുപ്പിലോട്ട് പോയി, അവിടുന്ന് നല്ല തണുപ്പിലോട്ടും പിന്നെ നല്ല തണുപ്പിന്ന് നല്ല ചൂടിലോട്ടും കളിക്കുന്നുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ടയർഡായിട്ടാണ്. നല്ല ചൂടുണ്ട് ഡൽഹിയില്, നല്ല ട്രാഫിക് ഉണ്ട്. ഇപ്പൊ ഇറങ്ങിയിട്ട് തന്നെ നമ്മള് 10-15 മിനിറ്റായി. പക്ഷെ അവിടെ എത്തിയിട്ടില്ല. അതിന്റെ തൊട്ടിപ്പുറത്ത് വന്നിട്ടുള്ളൂ. നമ്മൾ നിന്ന് ഹോട്ടലിന്റെ തൊട്ടിപ്പുറത്ത്. ഹോട്ടലിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം അതിനുള്ളൊരു ആരോഗ്യസ്ഥിതി അല്ല ഇതിന്. ഓക്കെ അല്ല, കുറച്ച് വെയിലുള്ള കൊള്ളുമ്പോൾ ശരിയാവും തോന്നുന്നു. ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ഒന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വിടും. ഇന്ന് തന്നെ വിടാനാണ് പ്ലാൻ. അപ്പം മാക്സിമം കവർ ചെയ്യാൻ. കുറേ പേര് എന്നെ ഇൻസ്റ്റാഗ്രാമിലും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ എന്നോടിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെന്താ വീഡിയോസ് ചെയ്യാത്ത, നിങ്ങൾ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അടുത്തോടെ എനിക്കൊരു മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റാ സ്റ്റോറി ഇട്ട സമയത്ത്. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള മടിയും സമയക്കുറവും പിന്നെ ഒരുപാട് പേര് മോളെക്കുറിച്ച് ചോദിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് പറയാതെ ഞാൻ ഇനിയും ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു വിഷമാവും എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത്. പിന്നെ എന്നെ സ്നേഹിക്കുന്ന കുറേ പേർക്ക് അറിയേണ്ടത് ഞാനിപ്പോൾ ഓക്കെ ആയോ എന്നുള്ളതാണ്. ആസ് എ മദർ എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. ഞാൻ ഓക്കെ ആവാൻ ചാൻസേ ഇല്ല. ഞാൻ ഇപ്പോഴങ്ങനെയാണ് വിശ്വസിക്കുന്നത്, എനിക്കറിയില്ല. എൻ്റെ ഉമ്മാൻ്റെയൊക്കെ സിബ്ലിങ്സിൽ പെട്ട 2 പേരൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒക്കെ ഉമ്മമ്മ കഥ പറയുന്ന സമയത്ത് ആളുടെ ഒന്നും മൈൻഡിലൊന്നും അത്ര വിഷമമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ കാലക്രമേണ ഇൻഷാ അല്ലാഹ് എൻ്റെ ഉള്ളിലെ വിഷമങ്ങൾ മാറുമായിരിക്കും. പക്ഷേ ഞാൻ സ്നേഹിച്ച് എൻ്റെ നെഞ്ചിലെ ചൂട് പറ്റി കിടന്നുറങ്ങിയ ഒരു മോളെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ആൾ ചിരിയും കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തോട്ടേക്ക് നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക് ഡൈവേർട്ടായിട്ട് നമ്മുടെ മൂടങ്ങ് മാറുമല്ലോ. അപ്പം അങ്ങനെ മാറിയിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ട്രിപ്പ് പോയ സമയത്ത് എടുത്തു വെച്ചിരുന്ന വീഡിയോസാണ്. പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടി തന്നെയായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരാതെ ഇതൊക്കെ ചെയ്തിട്ട് എന്തിനാ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും എടുത്തു വെച്ചല്ലോ, ഇതൊരു ഓർമ്മയായിട്ട്. അവൻ്റെ കുഞ്ഞു നാളിൽ പോയൊരു യാത്രയൊക്കെ ആണല്ലോ, അതപ്പോൾ ഇതൊരു ഓർമ്മയായിട്ട് അവിടെ കിടക്കട്ടെ. അപ്പോൾ ഞാനിത് എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോനകത്ത് ഞങ്ങൾ തിരിച്ച് ഡൽഹിയിലെത്തിയ കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ഒന്ന് ആ സമയത്ത് ഞങ്ങൾ വന്നു, ജസ്റ്റ് അവിടെ ഇറങ്ങി പിന്നെ അടുത്ത ട്രെയിൻ നോക്കി പോയി. അങ്ങനെയായിരുന്നു ബസ് ട്രെയിൻ അങ്ങനെ നോക്കി പോവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിരിച്ചെത്തിയ സമയത്താണ് ഡൽഹിയിലുള്ള കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ പുറത്തോട്ടേക്ക് ഇറങ്ങിയ സമയത്ത് നല്ല ചൂടാണ്, പുറത്ത് നല്ല ട്രാഫിക്കാണ്. ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ 20 മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഒരുപാട് ട്രാഫിക് ഉണ്ടാവും. ആ ട്രാഫിക്കിലൊക്കെ ഇതുപോലെ തന്നെ ഹിജഡ കൾച്ചറിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ട് ക്യാഷ് ചോദിക്കുന്നുണ്ടായിരുന്നു. അവർ അനുഗ്രഹിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. നമ്മളവരെ വേണ്ട എന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്താനൊന്നും പോയില്ല. കാരണം ഓരോരുത്തരുടെ സിറ്റുവേഷൻ ആണല്ലോ. നമുക്കും എന്തെങ്കിലും വേദന വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അല്ലേ. അപ്പം നമ്മളും ഇപ്പം എന്താ പറയുക, എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളൊരു രീതിക്ക് മാത്രമാണ് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ടിക്കറ്റ് എടുത്തരാൻ പറഞ്ഞിട്ട് ശ്രീനഗറിലോട്ട് ടിക്കറ്റ് എടുത്തരാൻ പറഞ്ഞിട്ട് ബസ് കയറ്റി വിട്ടിട്ട് സംഭവം കട്ടർ വരെ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീനഗറിൽ എത്തിയിട്ടില്ല. ഒരുപാട് ലഗേജും കുട്ടികളും എല്ലാം കണ്ടതാ.
എന്നിട്ട് നമ്മളോട് പറഞ്ഞ അത് തന്നെയാണ് പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറ്റി വിട്ട് 1500 രൂപ അയാള് കമ്മീഷൻ അടിച്ച്. എന്നിട്ട് കെയറിങ് ആയിട്ടായി കളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കലൊക്കെ. അവിടെ എത്തിയോ, ബസ് കയറിയോ? 1500 വാങ്ങിയതിന് ഉത്തരവാദിത്തം കാണിച്ചതാ. അപ്പൊ ഡൽഹിയിൽ വരുന്നവർ അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളെ പറ്റിക്കാൻ ഒരുപാട് ആളുണ്ടാവും. പിന്നെ ട്രെയിനിൽ വരുന്ന സമയം വെള്ളത്തിന്റെ പൈസ നല്ല പോലെ പറ്റിക്കും. ഭക്ഷണത്തിനായത്തില് വെള്ളത്തിന് പക്ഷെ എല്ലാരും 15 രൂപ അല്ല 20 രൂപ മേടിക്കില്ല. 15 രൂപ കൊടുത്ത കുഴപ്പമില്ല, അവർ കൊടുത്തരുന്നതിന് 1 രൂപ കൊടുത്തു. പക്ഷെ 20 രൂപ നമ്മൾ എന്തായാലും ഒരു 100 ബോട്ടിൽ വെള്ളങ്ങൾ നമ്മൾ കുടിച്ചിട്ടുണ്ടാവും. അത്രയും ദിവസം നല്ല ചൂടും നമ്മൾ കുറെ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല പോലെ ആൾക്കാർ വിട്ടു. 20 രൂപ വരെ ചില ആൾക്കാരെ ഒന്നും നോക്കാണ്ട് എടുത്തു കൊടുക്കുകയും ചെയ്യും. നമ്മൾ കൊടുത്തിട്ടില്ല. 1-2 പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ എവിടെ പോയിരുന്നത് എന്ത് മേടിക്കുന്നുണ്ടോ വില ചോദിച്ചിട്ട് മേടിക്കാം. അതെവിടെയാണെങ്കിൽ ആദ്യത്തെ വീഡിയോ ഒന്നും കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നവർ എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ഇത് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് പറ്റിക്കപ്പെട്ട കാര്യങ്ങളാട്ടോ പറയുന്നത്. ആദ്യം ഡൽഹിയിൽ നിന്ന് പോയ സമയത്തൊക്കെ ഉണ്ടായ അനുഭവങ്ങളാണ് റംകി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ അധികം കാണാത്തൊരു കാഴ്ചയാണല്ലേ. ഈ കാളവണ്ടിയിൽ സാധനങ്ങൾ കൊണ്ടുവന്ന സമയത്ത് അതിങ്ങനെ നോക്കി വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ പുറകിൽ വന്നിട്ട് ഒരു ഓട്ടോക്കാരൻ മുട്ടിയിട്ടോ. എന്നിട്ട് അയാൾ പുറകിൽ വന്നിട്ട് അയാളാണ് മുട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളോട് നമ്മളെന്തോ തെറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പം നമ്മളടുത്ത് റെക്കോർഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ആൾ ഒന്ന് കൂളായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട. എത്ര ഡ്രൈവിംഗ് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് വണ്ടി മുട്ടും. അവിടെയുള്ള വണ്ടികൾ മിക്കതും കാണുമ്പോൾ തന്നെ അവിടെ ഇവിടെ മുട്ടിയ വണ്ടികളാട്ടോ കൂടുതലായിട്ടും കാണാനുള്ളത് ഡൽഹിയിൽ. ഈ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു യാത്രയാട്ടോ. നമ്മൾ വണ്ടി എടുക്കലാണ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ജമ്മുവിൽ പോയിട്ട് വണ്ടി എടുത്തു, തിരിച്ച് റോഡ് വഴി വരുന്നു, വണ്ടി ഓടിച്ചു വരുന്നു. അപ്പോൾ അതിനിടയിൽ നമുക്ക് എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ കവർ ചെയ്തിട്ട് വന്നാൽ മതി എന്നാണ് ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മയും അങ്ങനെ തന്നെയായിരുന്നു. ഉമ്മ ഇത്രയും ലോങ് ആയിട്ട് ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എല്ലാം കണ്ടിട്ട് പോവാം. പിന്നെ ഉമ്മക്ക് അജ്മീറിലൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പോകണമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടാണ് ഈ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ലൊക്കേഷൻ ഇട്ടിട്ട് എവിടെയാണോ അടുത്തുള്ള സ്ഥലം അങ്ങോട്ടേക്ക് പോകുക എന്നുള്ള പ്ലാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല റഷാണ് പകലായതുകൊണ്ട് തന്നെ. ഇവിടെ ഈ ഒരു സ്ഥലം കണ്ടോ, നല്ല രസമില്ല ചിത്രം വരച്ചു വെച്ചാൽ. ഇത് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കാണാൻ ആ വഴിയിലൂടെ പോകുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റിലോട്ടേക്കാണ്. ഇന്ത്യ ഗേറ്റിനെ കുറിച്ചിട്ട് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനതിനെക്കുറിച്ച് ജസ്റ്റ് പഠിച്ച സമയത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ സൈനികർ ഒരു 70,000-ഓളം വരുന്ന ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇന്ത്യ ഗേറ്റ്. 1931 തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ തലയിലോട്ടേക്ക് ഇങ്ങനെ ടവലൊക്കെ എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ പാർക്കിങ്ങിന് പകരം കർത്തവ്യപഥിൻ്റെ പാർക്കിങ്ങിലായിരുന്നു കേട്ടോ. കർത്തവ്യപഥ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. രാഷ്ട്രപതി ഭവനിലോട്ടേക്ക് നമ്മൾ നടന്നു പോകുന്ന ഒരു, എനിക്ക് തോന്നുന്നു കറക്റ്റ് കിലോമീറ്റർ എനിക്ക് ഓർമ്മയില്ല, ഒത്തിരി നടക്കാനുണ്ട്. അവിടെ നല്ല ലാൻഡ്സ്കേപ്പാണ്, വെള്ളമൊക്കെ കൊടുത്തിട്ട് കാണാൻ നല്ല രസം കേട്ടോ. അവിടെ ഇവിടെയായിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം അധികം കാണാത്ത കുറേ അണ്ണാൻ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മരത്തിലോട്ടേക്ക് കയറി ഇറങ്ങി അതിന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. പോകുന്ന വഴി നമ്മളിതേ ഫസ്റ്റ് തൊട്ടേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് യാത്ര ചെയ്യുന്ന സമയത്ത് ബാർഗെയിൻ ചെയ്ത സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത്. പക്ഷെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, നല്ല റേറ്റ് പറഞ്ഞ സാധനങ്ങൾ ഏറ്റവും ലോ റേറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പം കൂളിംഗ് ഗ്ലാസ്, നല്ല വെയിലാണ്, അപ്പോൾ ഇത് അത്യാവശ്യം തോന്നിയോണ്ട് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ ഓൾറെഡി സ്പെക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ റംകിയും ആലിയും ഹസ്ബും ഒക്കെ വാങ്ങി. അതും കുട്ടീനെ വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ട് അവന് അങ്ങനെ താല്പര്യം കാണിക്കുന്നേ ഉണ്ടായിരുന്നില്ല, വേണ്ട എന്നുള്ളൊരു ഇതിനകത്തായിരുന്നു. പക്ഷെ നമ്മൾ അവന് വാങ്ങിയിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ആവശ്യം വരും, കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നല്ല വെയിലാണ്, നമുക്ക് മുമ്പോട്ടേക്ക് നോക്കാൻ ഇച്ചിരി പണിയാണ്. ഇത് ഇന്ത്യ ഗേറ്റിലോട്ടേക്ക് നമ്മൾ നടന്നിട്ട് പോകുന്ന വഴിയായിട്ട് നമ്മൾ ഒരുപാട് നടന്നിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ്. ഉമ്മയും ഹസ്ബൻഡിലും അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ട്. അവർക്കെല്ലാം കൂളിംഗ് ഗ്ലാസ് വാങ്ങിയിട്ട് കൊടുത്തുകൊണ്ട് വലിയ പ്രശ്നമില്ല. നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലാണ്. അതിൻ്റെ താഴോട്ടേക്ക് കുറച്ച് താഴത്തു കൂടെ നടക്കുന്ന ഒരു വഴിയാണ് കാണിക്കുന്നത്. അപ്പം പിന്നെ അത് പ്രശ്നം ഉണ്ടാവില്ല. പോയി നോക്കട്ടെ. ആരെയും ഇങ്ങോട്ട് നോക്കിയേ.
ആര് ചുരിദാറെല്ലാം ഇട്ടിട്ടുണ്ടല്ലോ അല്ലയാ. ആപ്പന്മാർ രണ്ടുപേര് ആദോലെടുത്ത് പോകുന്നുണ്ട്. ബേബി ഉണ്ട്. അതും മമ്മി അങ്ങോട്ടേക്ക് എത്തി. ഇതാണ് നമ്മുടെ മാപ്പ്. ഇവിടെയാണ് ഇതാ പ്രൈം മിനിസ്റ്റർ റെസിഡൻസ്, അതേപോലെ രാഷ്ട്രപതി ഭവൻ ഇവിടെ. അതിൽ ആരും മായ്ച്ച നടന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ഗേറ്റ് കിടക്കുന്നത്. നമ്മളിനി അങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലേ. നാഷണൽ സ്റ്റേഡിയം, ഇവിടെ ഇങ്ങനെ പൊതുവെ പഴയ കുറേ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഹിസ്റ്ററി, ന്യൂഡൽഹി ഷോർട്ട് ഹിസ്റ്ററി 1947, 1951. ഇതെന്താ? നമ്മൾ നിൽക്കുന്ന മാപ്പാണോ അറിയില്ല. ബിഫോർ ഡെവലപ്മെന്റോ ആഫ്റ്റർ ഡെവലപ്മെന്റോ? ഡെവലപ്മെന്റ് പ്രപ്പോസലാണ്. ഉമ്മയിൽ അങ്ങ് നടന്നെത്തി. നമ്മളെ വേമ്പോട്ടെ. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ ഇന്ത്യ ഗേറ്റ്. ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. നമ്മള് അവിടെയാണ് നമ്മുടെ ടണലുണ്ട്. അത് അവിടുന്ന് നടന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങ് കാണുന്നില്ലേ, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായത്. ഇതൊരു സോൾജർ അവിടെ നിൽക്കുന്നുണ്ട്. സോൾജറില്ലേ ഇത്? അതന്നെ. ഞാൻ ഫസ്റ്റ് ടൈപ്പാണ് ഇങ്ങോട്ടേക്ക്. എന്താ വെള്ളം കുടിക്കുന്നത്? നല്ല വെയിലും അത്യാവശ്യം ചൂടും. വലിയ ചൂട് പറയാനില്ല, അത്യാവശ്യം ചൂടും ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ എവിടെയാ? അടുത്ത സ്ഥലം മറ്റേ ലോട്ടസ് ടെമ്പിൾ. വേറെ തിരക്കുണ്ട്. എന്താ എൻട്രി ക്ലോസ് 6 മണി വരെയാ. നമ്മളിപ്പോൾ കറക്റ്റ് 6 മണിക്കാണ് കയറിയിട്ടുള്ളത്. പക്ഷേ 7 മണി വരെ ഇതിൻ്റെ ഉള്ളിൽ കറങ്ങി അടിക്കാം. എനിക്ക് നല്ല കാണുന്നുണ്ട്. നമ്മള് ഇവിടെ ഡൽഹിയിൽ മലയാളികളാണ് തോന്നുന്നത്. മലയാളീസ് കാണുന്നുണ്ട്. വന്നപ്പോൾ തന്നെ ഒരുപാട് മലയാളികളാണ്. എല്ലാവരും ഇപ്പോൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ബൈക്കിൽ ആദോനെ എടുത്തിട്ട് ഉമ്മ, അലി, എല്ലാവരും ഉണ്ട്. റസി, എല്ലാവരും ഉണ്ട്. ലോട്ടസ് ടെമ്പിൾ ഒന്നും കാണിച്ചെടുക്കാമല്ലേ. അപ്പോൾ ഇതാണ് ലോട്ടസ് ടെമ്പിൾ. ടെമ്പിൾ എന്ന് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊരു അമ്പലമാണെന്ന്. ഇത് അങ്ങനെ ഒരു പേര് എന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് മതത്തിലുള്ള ആൾക്കാർക്കും പോകാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വിഗ്രഹങ്ങളോ പ്രത്യേക ദൈവങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും പോവാം, ഇരിക്കാം, പ്രാർത്ഥിക്കാം. അവിടെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അതിൻ്റെ ഉള്ളിലോട്ടേക്ക് അങ്ങനെ എന്താ പറയുക, വീഡിയോ ക്യാപ്ചറിങ് ഇതൊന്നും സമ്മതിക്കുന്നില്ല. എന്നാലും അത്യാവശ്യമൊക്കെ ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുറേ പേര് ഇതിനെക്കുറിച്ച് നോക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. അവരങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യക്കാർ മലയാളികളൊക്കെ ആവുമ്പോൾ കുറച്ചൊരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് പേരൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇത് പുറത്തോട്ടേക്ക് മറ്റുള്ളവർ കാണാനും ആഗ്രഹിക്കുന്നവർ പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് കണ്ടോട്ടെ എന്ന് എല്ലാവരും വിചാരിക്കുമല്ലോ അല്ലേ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 27 നല്ല വെളുത്ത മാർബിൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇതളുകൾ ഉണ്ടാക്കിയിരുന്നത്. നമ്മുടെ ദേശീയ പുഷ്പമായ താമരയുടെ ഒരു രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ലോട്ടസ് ടെമ്പിൾ എന്ന് പേര്. പിന്നെ ഇതിനടുത്താന്ന് തോന്നുന്നു കേട്ടോ എയർപോർട്ട്. ഇഷ്ടംപോലെ ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഇതിൻ്റെ ചുറ്റും ഒരു വെള്ളക്കെട്ട് പോലെ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു എന്താ പറയുക, ലോട്ടസിനെ ശരിക്കും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഇതൊക്കെയാണ്. നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ. ഇതിൻ്റെ ക്ലോസിങ് ടൈം ആയി ഇവരിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ തള്ളി വിടുന്നുണ്ട്. കാണാൻ വന്നതാണെങ്കിൽ ഉള്ളിൽ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഫോട്ടോ എടുത്തോന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും സ്പീഡിൽ നടന്നു പോവുക. ഇവിടുന്ന് ചെരുപ്പ് അയച്ചിട്ട് കവറിലിട്ടിട്ട് എടുക്കാനാണ് പറയുന്നത്. ചെരുപ്പ് ഇട്ടിട്ട് ഉള്ളിലോട്ടേക്ക് പോകാൻ പറ്റൂല. നല്ലത് ചെരുപ്പ് അയച്ചെടുക്കുന്നുണ്ട്. ഇല്ല, ഒന്നിനകത്ത് കൊള്ളൂലേ, ഞാൻ അയച്ചിട്ടില്ല. ഇത് ലാസ്റ്റ് സമയത്ത് കയറാനുള്ള ആൾക്കാർ. ഈ സമയത്താണ് ഞാൻ റിവ്യൂ ചെയ്തത്. നമ്മളെ സോക്സിൻ്റെ ഗുണം കിട്ടുക.
ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ, നല്ല നീറ്റാണ് അതിൻ്റെ പരിസരങ്ങളൊക്കെ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മളുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ കയറുന്നതിന് മുമ്പ് അവർ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയാം. അതിൻ്റെ ഉള്ളിൽ സൈലൻ്റ് ആയിരിക്കണം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, നിബന്ധനകളൊന്നുമില്ല, ഷൂട്ട് ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളും ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് വേണ്ടി എടുത്തതാണ്. ഇതിൻ്റെ അകവും പുറവും മൊത്തത്തിലൊരു താമരയുടെ ഷേപ്പ് തന്നെയാട്ടോ കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ മേലെ നിന്ന് നോക്കുന്ന സമയത്ത് ലോട്ടസ് ലൈറ്റ് താഴെയുള്ള ഇതളായിട്ടാട്ടോ ഈ വെള്ളത്തിന് ഇവർ കാണിച്ചിരിക്കുന്നത്. ആ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാവും. നല്ല തണുത്ത കാറ്റൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ എന്താ പൈസ ഒക്കെ ഇടുന്നുണ്ട് ആൾക്കാർ. എന്തിനാന്നൊന്നും അറിയില്ല, നേർച്ച പോലെ എന്തൊക്കെ പൈസ ഒക്കെ ഇടുന്ന കാണുന്നുണ്ട്. ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല, എന്നാലും ചെറിയൊരു പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ലോട്ടസ് ടെമ്പിൾ 1986 പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. ബഹായി മതത്തിൻ്റെ ആരാധനാലയമാണ്. നമ്മളിപ്പോൾ ഹിന്ദുക്കളുടെ അമ്പലം, അതുപോലെ മുസ്ലിങ്ങൾ പള്ളി, ക്രിസ്ത്യൻസ് ചർച്ച് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഒരു ആരാധനാലയമാണ് ഇത് വരുന്നത്. പക്ഷേ ഇവിടെ എന്താ പറയുക, പ്രത്യേക പൂജാരികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ആർക്ക് വേണമെങ്കിലും പോവാം. ഡൽഹിയിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ പോകാറുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു ആരാധനാലയം കൂടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ ക്ലോസിങ് ടൈമായി. നമ്മളായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ അവരിങ്ങനെ പുറകിൽ നടന്നിട്ട് വേഗം പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ക്ലോസിങ് ടൈം ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇവിടുത്തെ ഒരു മലയാളി ഫാമിലിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ റംക്കാൻ്റെയും മോൻ്റെയും ഒക്കെ ഒന്നിച്ചുള്ള ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒറ്റ നടുവിൽ സെൻറ്ററിലെന്ന് പറയാൻ പറ്റൂല അല്ലേ. ചലിയേ ഭായ്. ഇത് നോക്കിയിട്ട് അത് കിരണത്തിന്റെ അല്ല, ഒരു റെഡ് അടിപൊളിയായിട്ട് ഇത് കാണുന്നുണ്ട്. അവിടുന്ന് ഇറങ്ങിയ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പ്ലാന് സരോജിനി മാർക്കറ്റിൽ പോകലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിരുന്നു നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും ഉമ്മയ്ക്ക് ഇങ്ങനെ ചർച്ച ചെയ്ത സമയത്താണ് പെട്ടെന്ന് എനിക്ക് കുത്തുബ് മിനാറിനെ കുറിച്ചിട്ട് ഓർമ്മ വന്നത്. എൻ്റെ പഠിച്ചോനെ അത് മിസ്സായി പോയേനെ നമ്മളവിടെ പോയിട്ടില്ലായിരുന്നെങ്കിൽ. അപ്പം നമ്മൾ അവിടുന്ന് സരോജിനി മാർക്കറ്റിൻ്റെ ലൊക്കേഷൻ മാറ്റിയിട്ട് നേരെ കുത്തുബ് മിനാറിൻ്റെ ഇട്ടു. പക്ഷേ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഏറ്റവും തിരക്കേറിയ നഗരത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു അവിടെ കുത്തുബ് മിനാറിൻ്റെ ക്ലോസിംഗ് ഞാൻ മൈക്ക് വെച്ചിട്ടില്ല. ഇപ്പൊ നമ്മള് കുത്തബ് മിനാർ രാത്രിയാണ്, ക്ലോസിംഗ് ടൈം ആയി. അവരങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്താ പറയാ, ഡൽഹിയിൽ നിൽക്കാൻ വയ്യാത്തോണ്ട് നമ്മള് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ അവർ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റ് അവർ 8:00 ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക ചെയ്തത്. ഇതാണ് टिकट कहाँ से मिलेगा? ले लेंगे पीछे रोड क्रॉस करके सामने. उधर नहीं है. चलिए सर जाइए. ओके. ये किसका है? ये तो आपका है ना. जाइए गो. हाँ. ओनली 1 टिकट. नहीं 4 टिकट है. गो गो. ഓൺലൈനിൽ ആർക്ക് പറഞ്ഞു കൊടുക്കാം? അവര് ഇതാക്കില്ലേ. ആ ഫോൺ എടുത്തോ, എൻ്റെ ഫോൺ എടുത്തോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ ഒരു സ്കാനിങ് ഉണ്ട്. ഓ the latest change. कुछ नहीं है. आसे ആരുമില്ല. ഇതാണ് നമ്മൾ കുത്തബ് മിനാർ അല്ലേ? ലൈറ്റൊക്കെ ഇട്ടിട്ട്. കിतना बजे बंद है भाई? 9 बजे. അല്ലാ, ഇത് എനിക്ക് തോന്നുന്നു പകല് കാണുന്നതിനും കാട്ടി ഈ സമയത്ത് കാണുന്ന നല്ല രസം.
ഇതിൻ്റെ ചരിത്രം അറിയാം എനിക്ക്, കുത്തബ് മിനാർ പണിതതിൻ്റെ. ഇത് എന്തോ ഒരു ഇത് വാറോ എന്തോ ജയിച്ചതിൻ്റെ സ്മാരകമായിട്ട് പണിതാണ് ഇത്. അപ്പം ഏറ്റവും ടോപ്പിൽ 2 ഇത് കണ്ട നീ, 2 എണ്ണം, അത് വേറെ തന്നെ കളർ വ്യത്യാസം കണ്ടതാണ്. അത് മൊത്തം കാലിഗ്രഫി കേട്ടോ, അത് മുഴുവൻ കാലിഗ്രഫിയാണ്. ഏറ്റവും ടോപ്പിൽ ആ 2 എണ്ണം അത് എന്തോ ഇതിൽ വന്ന് അത് പൊട്ടിപ്പോയതിന് ശേഷം രണ്ടാമത് പണിതാണ്. അങ്ങനെ ഒരു ചരിത്രം ഇതിലുണ്ട്. അതാണ് അത് ഏറ്റവും ടോപ്പിലെ 2 എണ്ണത്തിന് വേറൊരു കളറ്. പഠിച്ചിട്ടില്ല. അത് മുഴുവൻ കാലിഗ്രഫി. അത് നിങ്ങൾക്ക് അടുത്ത് പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ കുറച്ച് സൂം ചെയ്യാം. കണ്ടോ, അറബി കാലിഗ്രഫിയാണ്. അതുപോലെ പണ്ട് ഇതിന് ഉള്ളിലേക്ക് എൻട്രി ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ. അതും ഞാനിങ്ങനെ ഒരു പുറത്തുനിന്ന് ഇങ്ങനെ കേട്ടേ കേട്ടോ. അപ്പം ഏതോ ഒരു വർഷത്തിൽ കുറച്ച് സ്കൂൾ വിദ്യാർത്ഥികളെല്ലാം കൂടിയിട്ട് ഇതിനുള്ളിലോട്ട് കയറിയതാണ്. അപ്പോൾ തെക്കിലും തിഴക്കിലും പെട്ടിട്ട് എത്രയോ കുട്ടികൾ, 40 ആണോ 50 ആണോ, ഇത് എല്ലാം ഞാൻ മുന്നേ കേട്ട കാര്യങ്ങളാട്ടോ. ആ ഏത് ഉണ്ട്. അപ്പം അന്ന് ക്ലോസ് ചെയ്താണ് ഇത്, പിന്നീട് തുറന്നിട്ടില്ലെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഒരുപാട് വിദ്യാർത്ഥികൾ മരിച്ചതുണ്ട്. അതെനിക്ക് അത് പറയാൻ പറ്റില്ല. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. 86 എന്താ, എനിക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ഇത് അറിയില്ല. എന്തോ അറബിക് കാലിഗ്രഫി മുഴുവൻ. റെമിക്ക് പറഞ്ഞതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താട്ടോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിയാണ്, ഇതൊരു വിജയത്തിൻ്റെ പ്രതീകമായിട്ടാണ് കുത്തബ് മിനാറിനെ കാണുന്നത്. നമ്മളൊക്കെ ജനിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇത്രയും ഉയരത്തിലൊക്കെ മാർബിളൊക്കെ ഉപയോഗിച്ച് ഈ അറബിക് കാലിഗ്രാഫി വെച്ചിട്ടൊക്കെ ഇങ്ങനെയൊരു എന്താ പറയുക സ്മാരകം ഉണ്ടാക്കി എന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ്. അതിൻ്റെ രാത്രി കാഴ്ച എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ്. എനിക്കൊന്ന് പകൽ ഒരുപാട് തിരക്കിൽ രണ്ടും നമ്മൾ കാണണം, പകൽ വ്യൂവും കാണണം, രാത്രിയും കാണണം. എനിക്കൊന്ന് രാത്രി വളരെ ഒരു കാമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു, ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ. മാത്രമല്ല നമ്മൾ അവിടെ ഇത്രയും വർഷങ്ങളൊക്കെ ആയല്ലോ, അപ്പോൾ ചെറിയ പൊളിഞ്ഞു പോവുക, അതുപോലെ തന്നെ കുറച്ച് നാശം വന്ന രീതിയിലൊക്കെ അത് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ 2-3 കബറിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടാ. ഇത് ഇൽത്തുമിഷിൻ്റെയും ഇതൊക്കെ ഞാൻ സെർച്ച് ചെയ്തതാണ്. എൻ്റെ പറയുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾക്കത് തിരുത്താം. ഇൽത്തുമിഷ് അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെയൊക്കെ കബറിടങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് വലിയൊരു നഷ്ടമായി പോകുന്നു ഞങ്ങളിവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കാണാനും നല്ല ഭംഗിയായിരുന്നു. കുറച്ച് നേരം നമുക്ക് പോയിരിക്കാനാണെങ്കിലും നല്ല പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അസ്ബുക്ക് അവിടെ നിന്ന് ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ യാത്ര ചെയ്യണം, യാത്ര ചെയ്തിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിരിക്കണം. ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, അതിനകത്ത് ഒരു പ്രാവശ്യമെങ്കിലും നമുക്കിതൊക്കെ കാണാൻ വേണ്ടി ഭാഗ്യം ഉണ്ടാകട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോനകത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു നമുക്കിതിനൊന്നുള്ള ഭാഗ്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ. വെറുതെയാണ്, കാരണം ഞാനൊന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനൊരു യാത്ര പോകുന്നു, റോഡ് വഴി ഇന്ത്യയിൽ മുഴുവനായിട്ട് എനിക്ക് കാണാൻ വേണ്ടി പറ്റുമെന്നോ അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടേ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല. സിറ്റുവേഷൻ ഏറ്റവും മോശം സിറ്റുവേഷനിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വരാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മോശം സിറ്റുവേഷനിലാണ് എനിക്കിങ്ങനെ ഒരു യാത്ര പോലും ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ ഒന്നും ആയിരിക്കില്ല നമ്മുടെ ലൈഫ് മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പോൾ പ്രതീക്ഷ വെക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക, എപ്പോഴേലും അത് നമ്മുടെ ലൈഫിലോട്ടേക്ക് വരുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നമുക്ക് ഈ കുത്തബ് മിനാറിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഇതൊന്ന് കാണാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറയുക, ഇതുപോലെ തന്നെ ഒരു ദാരുണ സംഭവം ഉണ്ടായത് കാരണമാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1981 ഒരു 300-400 പേര് അതിനുള്ളിൽ പോകുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് സ്കൂൾ കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് പോയ സമയത്ത് ആരൊക്കെയോ പറഞ്ഞ് അഭ്യൂഹം പരത്തുമല്ലോ, അങ്ങനെ പറഞ്ഞുണ്ടാക്കി. പിന്നെ ഇതിപ്പോൾ കുത്തബ് മിനാർ പൊളിയാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ജീവനിൽ ഭയം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടുമല്ലോ. അങ്ങനെ ഓടുന്ന സമയത്തുണ്ടായ തിക്കും തിരക്കിലും പെട്ടിട്ട് 45 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തും ഭൂരിഭാഗവും കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ. അന്ന് തൊട്ടിട്ട് സുരക്ഷേൻ്റെ ഭാഗമായിട്ടാണ് കുത്തബ് മിനാറിലോട്ടേക്കുള്ള എൻട്രി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു നമുക്ക് രാത്രി കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട്.
പക്ഷെ സാരമില്ല, സുരക്ഷയാണല്ലോ നമുക്ക് എല്ലാവർക്കും ഏറ്റവും വലുത്. ഇത് തന്നെ കാണാൻ നല്ല അടിപൊളിയാണ്. ഇതൊക്കെ ഇതിന്റെ കാണാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. എന്താ പറയാ, കൺസ്ട്രക്ഷൻ ഇതിന്റെ മാപ്പാണ് വരുന്നത്. അപ്പോൾ ഇതാ ഈ കിടക്കുന്നതാണ് കുത്തബ് മിനാർ. 1191 1991 തുടങ്ങിയിട്ട് 1210 അവസാനിച്ച്. ഈ 91 തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ആദ്യത്തെ ശില്പി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ പണി നടത്തിയത് അവരുടെ അനിയനോ മോനോ അങ്ങനെ എന്തോ ആണ്. അതിനുശേഷം ഇത് പണി നടത്തിയിട്ടുള്ളത്. അത്യാവശ്യം ഇങ്ങനെ കേട്ട് കേൾവികളാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഇതുപോലുള്ള യാത്രകൾ പോകാൻ നമുക്ക് പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതുപോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, പൈസ കൊടുത്തിട്ട് ഫാമിലി ഫോട്ടോസ് എടുക്കാനൊക്കെ. പക്ഷെ നമ്മളെ കയ്യിൽ നല്ലൊരു ഫോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആ ഒരു ചിലവൊക്കെ കുറക്കാൻ വേണ്ടി പറ്റും. ഫുഡൊക്കെ നമ്മൾ എന്താ പറയുക കൺട്രോളായി നമുക്ക് വില ചോദിച്ചറിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കുക എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് യാത്രയുടെ ചിലവ് വളരെയധികം ചുരുക്കാൻ വേണ്ടി പറ്റൂട്ടോ. എന്നാൽ നമുക്ക് എല്ലാം ആസ്വദിക്കാനും വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുത്തബ് മിനാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ മാർക്കറ്റിലോട്ടേക്ക് പോയിട്ടാണ്. പക്ഷേ രാത്രി നമ്മൾ എത്തുന്ന സമയത്തോട്ട് അത് ഏകദേശം എല്ലാം ക്ലോസ് ആയി വരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഇതെടുക്കാൻ കാരണം നിങ്ങൾ ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കണ്ടോ, നല്ല ഭംഗിയില്ലേ, പലതരത്തിൽ. ഇത് ഈ വരുന്ന യാത്രയിലുടനീളം ഒരുപാട് സ്ഥലങ്ങളിൽ പല വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനി ഞങ്ങൾ പോകുന്നത് താജ്മഹൽ ആഗ്രയിലോട്ടേക്കാണ് പോകുന്നത്. പോകുന്ന വഴി ഞങ്ങൾക്കൊരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായി. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ജമ്മുന്ന് വരുന്ന വഴി തന്നെ ഫാസ്ടാഗ് എടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ വെച്ച് ഞങ്ങളുടെ മൈക്ക് മിസ്സായതൊക്കെ. അപ്പോൾ ഫാസ്ടാഗ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ ആനുവൽ ഫാസ്ടാഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ 3000 സംതിങ് കൊടുത്തിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 200 ടോള് പാസ് ചെയ്യാന്നുള്ളതുണ്ടായിരുന്നേ. നമ്മൾ പോകുന്ന വഴി ഈ ഒരു ടോളിലെത്തിയ സമയത്ത് ഇവർ ഭയങ്കര റൂഡായിട്ടാണ് വന്നത്. അത് മുസ്ലിംസിനോട് പെരുമാറുന്ന ഒരു രീതി അവരുടെ അടുത്ത് വ്യത്യാസമായിരുന്നു. ഇത് നമ്മൾ പോകുന്നത് ഉത്തർപ്രദേശ് യുപിയിലോട്ടേക്കാട്ടോ. അപ്പം അവിടുത്തെ ഒരു സിറ്റുവേഷൻ അറിയാമല്ലോ, മുസ്ലിങ്ങളോട് അത്രയ്ക്ക് അവർക്ക് ഒരു താല്പര്യമില്ലാത്ത രീതിക്കായിരുന്നു അവരുടെ ബിഹേവിയർ ഉണ്ടായിരുന്നത്. പിന്നെ കൂടാതെ ഞങ്ങളുടെ കയ്യിലുള്ളത് JK വണ്ടിയായിരുന്നു. അതിൻ്റെ മുകളിൽ അറബിക് കാലിഗ്രഫിനകത്ത് എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ നമ്മളോടുള്ള പെരുമാറ്റം വളരെ മോശമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാസ്ടാഗ് ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഇവർക്ക് ടോള് കൊടുക്കണം. അവിടെ നമ്മൾ ടോള് അല്ലാതെ പേ ചെയ്യണം. ഈ ഫാസ്ടാഗ് വെച്ച് പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതിന് റീസൺ ഒന്നും അവർ നമ്മളോട് പറയുന്നില്ല. ഇതിനകത്ത് പൈസ ഇല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ ഇന്നെടുത്തതാണ്, നമ്മൾ ഇത്രയും ടോള് പാസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരോട് ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചു. നമ്മൾ ആ പൈസ കൊടുത്തിട്ട് പോകാൻ തയ്യാറായിരുന്നു. പക്ഷെ അവരുടെ പെരുമാറ്റം അത്രയ്ക്ക് നല്ലതല്ലായിരുന്നു. കൊണ്ടാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി അവർക്ക് പോലും അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ആനുവൽ പാസ് വരുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ, നാഷണൽ എക്സ്പ്രസ് എന്ന് പറയുന്ന ഇതിനാണ്. ഈ ആഗ്ര ലക്നൗ ആ റൂട്ടിൽ വരുന്ന എക്സ്പ്രസ് വേ ഒക്കെ ഈ സംസ്ഥാന സർക്കാർ തന്നെ ഉണ്ടാക്കിയിട്ട് അവർ തന്നെ ടോൾ പിരിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ആനുവൽ പാസിനകത്ത് ഉൾപ്പെടാത്തത്. ഇത് അവർക്കറിയില്ലായിരുന്നു കേട്ടോ. നമ്മളോട് തർക്കിക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അതിന് പേ വരുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. പിന്നീട് അവിടെ നിന്നിട്ട് നമ്മളെ ടൈം പോയാലും കുഴപ്പമില്ല, അതിൻ്റെ റീസൺ കണ്ടുപിടിച്ചിട്ടേ വരുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ട് അവരോട് സംസാരിച്ചൊരു കാര്യമായിരുന്നു ഇത്. ഞങ്ങൾക്ക് അവിടെ 3 ടോളാണ് പോകുന്ന വഴിക്ക് വരുന്നുണ്ടായിരുന്നത്. ആ 3 സ്ഥലത്ത് നമ്മൾ സെപ്പറേറ്റ് ടോള് പേ ചെയ്യണം. ക്യാഷ് ആയിട്ടോ ഗൂഗിൾ പേ ആയിട്ടോ നമ്മൾ പേ ചെയ്യണം. അല്ലാതെ അത് ആനുവൽ പാസിൽ വരില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും റോഡ് വഴി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. മുമ്പ് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ യാത്രകളാണല്ലോ നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ടൈം അവിടെ ഒരുപാട് വേസ്റ്റ് ആക്കിയതിൻ്റെ ഏറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ അവർക്കത് അറിയാത്തതിൻ്റെയും പിന്നെ അവർക്ക് നമ്മളോട് പെരുമാറുന്നത് എല്ലാവരും മോശമെന്ന് പറയുന്നില്ല. ചില അതിനകത്ത് മാനേജറൊക്കെ നമ്മളോട് വളരെയധികം നല്ല രീതിക്കായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ ടോൾ പേ ചെയ്യാതെ തന്നെയായിരുന്നു വന്നിട്ടുള്ളത്. പക്ഷെ പിന്നെ നമുക്കത് മൈനസ് ആയിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ ഏറെ വേദനിപ്പിച്ചൊരു കാര്യം ഈ ജാതി മത ഭ്രാന്തുണ്ടല്ലോ, ഒരു വേർതിരിവും ഭ്രാന്തൊക്കെ ഇവർ കാണിക്കുന്നത്. അതൊക്കെ എന്ന് മാറുമോ ഇന്ത്യയിൽ? ഇനി കൂടി വരുള്ളൂ ആയിരിക്കും അല്ലേ. ഇന്ത്യയിൽ നമ്മൾ മുസ്ലിംസിന് ജീവിക്കാൻ ഇച്ചിരി പാടായി വരുന്നൊരു സിറ്റുവേഷനാണ് UP പോയപ്പോൾ ഞാൻ കണ്ടത്. നമ്മുടെ കേരളത്തിൽ അതൊന്നും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇന്നേ വരെ എവിടെയോ ഞാൻ ആ ഒരു രീതിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ആ യാത്ര ഞങ്ങൾ അവിടെ നിന്നും ഇത് കഴിഞ്ഞ് തുടരുകയായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ഞങ്ങൾ അങ്ങനെ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഏകദേശം രാത്രിയായി. എനിക്ക്
എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കിടന്നുറങ്ങി. റെംക്കിയായിരുന്നല്ലോ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അറിയിക്കാം. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും ഇൻഷാല്ല. എൻ്റെ കുറച്ച് തിരക്കുകൾ കാരണമാണ് എനിക്കിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. പിന്നെ എൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ഏത് സമയത്ത് എത്ര ഗ്യാപ്പ് എടുത്തിട്ട് ഇട്ടാലും വരുന്ന കുറച്ച് പേരുണ്ട്. എൻ്റെ സ്വന്തം ഫാമിലി മെമ്പേഴ്സിനെ പോലെ എന്നെ കാണുന്ന ആൾക്കാരുണ്ട്. അവരോട് ഒരുപാട് നന്ദി. മുമ്പോട്ടേക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഞാൻ വീഡിയോ റെഗുലറായിട്ട് ഇടാനൊക്കെ ശ്രമിക്കാം. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ഓരോ പോസ്റ്റ് ഇടുമ്പോഴും എന്നോട് വന്നിട്ട് സംസാരിക്കുന്നത് ഓക്കെ അല്ലേ, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒരുപാട് നന്ദി. ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഞാൻ കാണാൻ ലേറ്റ് ആകും. കാരണം ഞാൻ ചിലപ്പോൾ ഒരു പോസ്റ്റോ റീലോ ഇട്ടിട്ട് പിന്നീട് അത് എക്സിറ്റ് അടിച്ച് പോകും. പിന്നെ എപ്പോഴേലും വന്നിട്ട് അതിനൊന്ന് നോക്കുക എന്നല്ലാതെ ഫുൾ ടൈം അതിനകത്തോട്ടേക്ക് ഇരിക്കാനുള്ളൊരു ടൈം എനിക്കിപ്പോൾ കിട്ടുന്നില്ല. നെക്സ്റ്റ് വീഡിയോനകത്ത് താജ്മഹൽ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അജ്മീറിൽ നടക്കുന്ന കുറച്ചധികം തട്ടിപ്പുകളെ കുറിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട് കേട്ടോ. അപ്പം മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പെട്ടെന്ന് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇടുന്ന സമയത്ത് മോൾക്ക് എന്ത് പറ്റി എന്നുള്ള ചോദ്യങ്ങൾ ദയവ് ചെയ്ത് ചോദിക്കാതിരിക്കുക. കാരണം ഞാൻ അതിനുള്ള മറുപടി എന്തായാലും നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറയാതിരിക്കില്ലല്ലോ. എൻ്റെ എല്ലാ വിശേഷങ്ങളും പറയുന്ന കൂട്ടത്തിൽ അതും എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എന്ത് പറ്റി എന്നുള്ള ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിനൊക്കെ ഞാൻ ആൻസർ ഇങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കതൊരു മുഷിപ്പാവും. അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ചെയ്യാം. കാരണം ഇതറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്തൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കാനിരിക്കുന്നുണ്ട്, നമ്മൾ അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെ നേരിടേണ്ടി വരും എന്നുള്ളതൊക്കെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് തന്നെ ചെയ്യാം. ഈ ഒരു വീഡിയോയുടെ ഞങ്ങളുടെ ഈ യാത്രയുടെ വീഡിയോയുടെ അടിയിൽ ആ ക്വസ്റ്റ്യൻസ് ദയവേത് ചോദിക്കാതിരിക്കുമോ പ്ലീസ്. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം ഒന്നും ചെയ്താൽ മതി. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.